ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:15 5:30 ആവും കേട്ടോ. ഇപ്പോൾ പഴയതുപോലെ എല്ലാ സാധനവും നമുക്ക് ഗ്യാസിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഗ്യാസ് തീർന്നു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അടുപ്പിലൊക്കെ മാക്സിമം അടുപ്പിൽ സാധനങ്ങളൊക്കെ ഈ ചോറും മീനൊക്കെ അടുപ്പിൽ വെക്കണതാണ് കേട്ടോ നല്ലത്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിലൊക്കെ അങ്ങ് വിടുവാണ് ഇതൊക്കെ. ഇപ്പോൾ എന്താണെന്ന് അറിയണില്ല കേട്ടോ. ചോറ് രാത്രി അങ്ങ് ഇരിക്കണില്ല. ഒരു 7 മണി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറങ്ങ് വെള്ളമായി പോകണുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനും പിള്ളേരും മാത്രം തന്നെയല്ല, ഒരു നേരത്തേക്ക് ചോറും കറികളൊക്കെ വയ്ക്കുള്ളൂ. പിള്ളേർക്കും അത് വേറെ വിഷയമൊന്നുമില്ല. രാത്രിയാകുമ്പോൾ നമ്മൾ കാപ്പി എന്തെങ്കിലും കഴിക്കും കേട്ടോ. മരച്ചിനി ആയിരുന്നാലും അതുകൊണ്ട് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ, കുറച്ചേ വയ്ക്കണുള്ളൂ. ചോറും അരിയും കുറച്ചേ ഇട്ടിട്ടുള്ളൂ. റേഷൻ അരി തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. എനിക്ക് രാവിലെ ജോലിക്കൊക്കെ പോകണമെന്നുള്ളതുകൊണ്ട് ഏതായാലും 8 മണിക്ക് മുമ്പ് എനിക്കെല്ലാം സെറ്റാക്കിയിട്ടേ പോകാൻ പറ്റും. കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ എല്ലാം ഗ്യാസിലായിരുന്നു കേട്ടോ. അധികം പ്രശ്നമില്ല. അത് ഉജ്ജ്വല പദ്ധതി വഴിയുള്ള ഗ്യാസാണ്, സബ്സിഡിയൊക്കെ കയറും. ഇപ്പോൾ വാർത്തയൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ അടുപ്പിലോട്ട് മാറിയത് കേട്ടോ. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആരുടെ അടുത്ത് പോവും? അതുകൊണ്ടാണ് അടുപ്പിലോട്ട് മാറിയത്. ഞാനും മോനും കൂടെയാണ് 2 കട്ടയൊക്കെ എടുത്ത് വെച്ചത് സെറ്റാക്കിയത്. കൊഴിയാള മീനും മരിച്ചിനിയും ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. മരിച്ചിനി എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വാങ്ങിച്ചിട്ട് വന്നപ്പോഴേ തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ മുറിച്ച വിക്കരുത്, മഞ്ഞയായിട്ട് കുഴച്ചെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി തന്നെയാണ് അടുപ്പിൽ വെച്ചത്. എനിക്കാണെങ്കിൽ നല്ല സമയമായിട്ടുണ്ട്. ഞാനത് സ്പീഡിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോഴേക്കും പുറത്ത് നോക്കിയപ്പോഴേക്കും അവൻ നിന്ന് ജസ്റ്റ് ഒന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ചപ്പാത്തി ഞാൻ പരത്തി കൊടുക്കുകയും അവൻ ചുട്ടെടുക്കുന്ന രീതിയിൽ അവനെ പിടിച്ച് നിർത്തുകയും ചെയ്തു കേട്ടോ. അവൻ ഇത്തിരി സഹായമൊക്കെ ചെയ്യും. ഇനിയാണെങ്കിൽ ചപ്പാത്തിക്ക് കറിയും നോക്കണം, മീനും അടുപ്പിലോട്ടൊന്ന് മാറ്റണം. അത് കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം ആയി കേട്ടോ. ചപ്പാത്തി കറി ഉള്ളിക്കറിയാണ് വയ്ക്കണത് കേട്ടോ. ഉള്ളിക്കറി മറ്റേ ചോപ്പർ പോലത്തെ സംഭവം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് അത് വേവുകയും ചെയ്യും കുഞ്ഞു കുഞ്ഞായിട്ട് വരുമ്പോൾ. മരിച്ചിനി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കരിയേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് ഇത് കുഴച്ചെടുക്കുമ്പോഴേ എത്തിക്കൂടെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞാൻ എത്ര തന്നെ നേരത്തെ എണീറ്റിരുന്നാലും പോണ സമയമാകുമ്പോഴേക്കും നല്ല ലേറ്റ് ആവണുണ്ടോ. ഞാൻ ഊന്നെല്ലാം ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതായിപ്പോയി കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറെടുത്ത് തൂക്കി വെച്ചു. ചപ്പാത്തി റെഡിയായി, മീൻ റെഡിയായി, കിഴങ്ങ് റെഡിയായി, ഉള്ളിക്കറിയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ളതെല്ലാം കംപ്ലീറ്റ് രാവിലത്തെ പണി തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കല്ലേ. താങ്ക് യു.